എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും BJPയുടെ വലിയ തോതിലുള്ള ഒരു കുതിപ്പ് തന്നെയാണ് കണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. റിസൾട്ട് മുഴുനീളം നോക്കുമ്പോഴത്തേക്കും BJPയുടെ ഒരു അത്യുഗ്രൻ വിജയമെന്ന് തന്നെ മുംബൈയിൽ പറയേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രതിപക്ഷം ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു. പക്ഷെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വമ്പൻ വിജയമുണ്ട്, ഒരു അട്ടിമറി വിജയമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ, മുസ്ലിങ്ങൾ അത്രത്തോളമുള്ള ഒരു ഭൂരിപക്ഷ മേഖലയിൽ BJPയുടെ സ്ഥാനാർത്ഥിയുടെ വമ്പൻ വിജയം, അതും BJPയുടെ ഹിന്ദു സ്ഥാനാർത്ഥിയുടെ വമ്പൻ വിജയം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് അട്ടിമറി വിജയം BJP നേടിയിരിക്കുന്നു. മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ BJPയുടെ ഹിന്ദു സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. വിശദമായി തന്നെ പറയുകയാണെങ്കിൽ മുംബൈ BMC തെരഞ്ഞെടുപ്പ് 2026 മുസ്ലിം ഭൂരിപക്ഷമുള്ള മൻകുർദിൽ BJP വിജയം ഇപ്പോൾ നേടിയിരിക്കുകയാണ്. എന്താണ് ഇതിനർത്ഥം? മുസ്ലിം ഭൂരിപക്ഷമുള്ള മൻകുർദിൽ BJPയുടെ നവ്നാഥ് ബാൻ ആണ് അപ്രതീക്ഷിത വിജയം നേടിയിരിക്കുന്നത്. തൻ്റെ ആദ്യ BMC തെരഞ്ഞെടുപ്പിലാണ് ഒന്നിലധികം എതിരാളികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് മുംബൈ രാഷ്ട്രീയത്തിലെ ഒരു മാറ്റത്തിന്റെ സൂചനയാണ് എന്ന കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റും. മുംബൈയിൽ ഉടനീളമുള്ള രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പരമ്പരാഗതമായി പാർട്ടിക്ക് കടുത്ത പോരാട്ടമായി കണക്കാക്കപ്പെടുന്ന മുസ്ലിം ആധിപത്യമുള്ള മൻകുർദ് മണ്ഡലത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി BJP നിർണായക വിജയം നേടിയിരിക്കുന്നത്. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ BMC തെരഞ്ഞെടുപ്പിലാണ് 135-ാം വാർഡിൽ, മുസ്ലിം ഭൂരിപക്ഷമുള്ള 135-ാം വാർഡിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള, ഹിന്ദു സ്ഥാനാർത്ഥിയായിട്ടുള്ള നവ്നാഥ് ബെൻ വിജയിച്ചു കയറിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് നഗരത്തിന്റെ കിഴക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു പ്രധാന രാഷ്ട്രീയ മാറ്റത്തിന്റെ അടയാളപ്പെടുത്തലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. മഹായുതി സഖ്യത്തിന് ഈ വിജയം ഒരു പ്രധാന ഉത്തേജനമായി കണക്കാക്കപ്പെടുന്നു. പ്രത്യേകിച്ച് മുമ്പ് ശിവസേനയുടെ കൈവശമുണ്ടായിരുന്ന സീറ്റ് എന്ന നിലയിൽ മാറിക്കൊണ്ടിരിക്കുന്ന വോട്ടർ മുൻഗണനകൾക്ക് ഈ ഒരു റിസൾട്ട് അടിവരയിടുന്നതാണ്. കൂടാതെ മുംബൈയുടെ രാഷ്ട്രീയ ഭൂപ്രകൃതി വികസിച്ചു കൊണ്ടിരിക്കുകയാണെന്നതിൻ്റെ സൂചനയും നൽകുന്നു. ബഹുമുഖ പ്രതിപക്ഷ പരാജയപ്പെടുത്തി നവ്നാഥ് ബാൻ ഇപ്പോൾ ഒരു തരംഗമായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് BJP സ്ഥാനാർത്ഥിക്ക് വിജയിച്ചു കയറാൻ സാധിച്ചിരിക്കുന്നത് നവ്നാഥ് ബാൻ ഇപ്പോൾ ആഘോഷകരമാക്കിയിരിക്കുകയാണ്. ശിവസേനയുടെ ഉദ്ധവ് ബാല സാഹിബ് താക്കറെ വിഭാഗം, സമീക്ഷ സാക്രെ, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ അക്ഷയ് പവാർ, കോൺഗ്രസിന്റെ വസത് കുംഫർ എന്നിവരുൾപ്പെടെ നിരവധി പ്രധാന പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ നവ്നാഥ് ബാൻ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. തിരക്കേറിയ മത്സരം നേരിട്ടെങ്കിലും ബാൻ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് ഇവിടെ വിജയിച്ച് കയറിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്. ബാൻ തൻ്റെ ആദ്യ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പായിരുന്നു എന്നതാണ് ഈ വിജയത്തിൻ്റെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. BJP സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന് അനുഭവ പരിചയമില്ലെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി രാഷ്ട്രീയ വൃത്തങ്ങൾ തീരുമാനത്തെ ചോദ്യം ചെയ്തിരുന്നു. എന്നിരുന്നാലും ഈ ഒരു റിസൾട്ട് വിമർശകരെ നിശബ്ദരാക്കുകയായിരുന്നു. നവ്നാഥ് ഖാൻ ആരാണ്? മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ അടുത്ത സഹായിയായി രാഷ്ട്രീയ വൃത്തങ്ങളിൽ നവ്നാഥ് ബാൻ അറിയപ്പെടുന്നു. ശിവസേന UBT നേതാവ് സഞ്ജയ് റൌത്തിനെതിരായ അദ്ദേഹത്തിന്റെ മൂർച്ചയുള്ള പ്രതികരണങ്ങൾക്ക് അദ്ദേഹത്തെ പലപ്പോഴും BJP ശബ്ദമായി കാണുന്നു. വാർഡിന്റെ വോട്ടിംഗ് ചരിത്രവും ജനസംഖ്യാ ഘടനയും കണക്കിലെടുത്ത് മൻകുർദിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം തുടക്കത്തിൽ അമ്പരപ്പിക്കുന്നതായിരുന്നു. കഴിഞ്ഞ BMC തെരഞ്ഞെടുപ്പിൽ ശിവസേന ഈ സീറ്റ് നേടിയിരുന്നതാണ്. എന്നിരുന്നാലും ഇത്തവണ BJPക്ക് കാര്യങ്ങൾ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട റിസൾട്ടുകളിൽ ഒന്നാണ് ഇപ്പോൾ ബാൻ തൻ്റെ വിജയത്തെ മാറ്റിമറിച്ചിരിക്കുന്നത് തന്നെ.